നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സി ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് മുഖവുരകളൊന്നും തന്നെ വേണ്ട, നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ശ്രീ രാഹുൽ ഈശ്വർ. നമസ്കാരം. അപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉയരുമ്പോഴും താങ്കൾ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടിരിക്കുന്നത് കേരളത്തിൽ പുതിയ അധികാരത്തിലെത്തിയ UDF സർക്കാർ അവർ പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ, KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സൗജന്യം അനുവദിച്ചിരിക്കുന്നു. അതിനെതിരെ ശക്തമായി വിമർശനം താങ്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നു എന്നൊരു ചോദ്യം പലരും. രണ്ട് കാര്യങ്ങളാണ്. ആണുങ്ങൾക്കും കൂടി കൊടുക്കണ്ടേ? വേണ്ട, 60 വയസ്സ് കഴിഞ്ഞ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും കൂടി കൊടുക്കണ്ടേ? സർക്കാരിന് നമ്മുടെ സഹോദരിമാർക്ക് കിട്ടുന്നതിന് യാതൊരു വിഷമവുമില്ല. നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയി ബസ് യാത്ര കിട്ടുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പുരുഷനൊന്നും കൊടുക്കുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ പുരുഷനോ 70 വയസ്സ് കഴിഞ്ഞ പുരുഷനോ കൊടുക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. 70 വയസ്സ് കഴിഞ്ഞ് ഒരു പക്ഷേ സ്ഥിര വരുമാനമില്ലാത്ത ഒരു പുരുഷൻ ബസ്സിൽ കയറുമ്പോൾ അവന് കാശ് കൊടുക്കേണ്ടി വരുന്നു. 30 വയസ്സുള്ള ജോലി ചെയ്യുന്ന ഒരു യുവതി ബസ്സിൽ കയറുമ്പോൾ ഫ്രീ ആയി യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ ഒരു അനീതിയും അനൗചിത്യവും ഇല്ലേ? ഇപ്പോൾ വർഷം 800 കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി എക്സ്ട്രാ കണ്ടെത്തേണ്ടതെന്ന് പറയുന്നു. ഒരു 10% കൂടെ കണ്ടെത്തിയാൽ 60 വയസ്സിന് മേളിലോ 70 വയസ്സിന് മേളിലുള്ള പുരുഷന്മാർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തത് പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ സംഘടിത ബോധമോ ശക്തിയോ ഇല്ല. അതായത് സ്ത്രീകൾക്ക് വേണ്ടി പറയുമ്പോൾ വലിയ രീതിയിൽ കയ്യടിയും മാധ്യമ ശ്രദ്ധയും ഒരു പോപ്പുലിസം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകും. എന്നാൽ പുരുഷന് വേണ്ടി പറയാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് വിഷയം. അവിടെ ഞങ്ങൾ പറയുന്നത് ഈ ബസ് തടയലൊന്നും വേണ്ട, അതൊക്കെ എക്സ്ട്രീമാണ്. നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ അവർക്കെതിരാണെന്ന് തോന്നലുണ്ടാകരുത്. ഞങ്ങൾ ആരും സ്ത്രീവിരുദ്ധരല്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഒരു വാക്ക് പോലും സ്ത്രീവിരുദ്ധമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്ക്, സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയി കിട്ടുന്നതിൽ സന്തോഷം. നിങ്ങൾ സുഖമായി യാത്ര ചെയ്യുക. കുറച്ച് കാശ് കിട്ടുന്നത് അവരുടെ ജീവിതത്തിൽ മെച്ചത്തിലേക്കാകട്ടെ. പക്ഷേ ആണുങ്ങളിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എങ്കിലും ഫ്രീ പരിഗണിക്കാമായിരുന്നു. അപ്പോൾ നിലവിൽ മെൻസ് അസോസിയേഷനുണ്ട്, മെൻസ് കമ്മീഷനുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വർ പല സാഹചര്യങ്ങളിലും പുരുഷന്മാരുടെ ഈ ഒരു അവകാശങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള പലവിധ വിഷയങ്ങൾ, അതിൽ പല കള്ളക്കേസുകളിലും അവർ അകത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും വേട്ടയാടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു പുരുഷ കമ്മീഷൻ, അതിൻ്റെ ആവശ്യകത എന്താണ്? എവിടെയാണ്? കേരളത്തിലെ ഒരുപാട് പ്രമുഖമായ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും പ്രമുഖമായ പുരുഷ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ, MRF ഉണ്ട്, നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരുമ പോലുള്ള കൂട്ടായ്മകളുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞു ഉണ്ട്. എല്ലാം നല്ലതാണ്, എല്ലാവരോടും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹകരിച്ചു പോകുന്നതാണ്. മിഷൻ മെൻസ് കമ്മീഷൻ ഒരു സംഘടനയല്ല, സംവിധാനമാണ്. വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വരേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുന്നത്. നാളെ താങ്കൾക്കോ എനിക്കോ ഒരു വ്യാജപരാതി വന്നാൽ ആദ്യം നമ്മുടെ ജോലി സസ്പെൻഷൻ ആവും, അല്ലെങ്കിൽ മാറ്റി നിർത്തും. ആദ്യം അറസ്റ്റ് ചെയ്യും, പിന്നീട് അന്വേഷണമാകും. നമ്മുടെ ശമ്പളം, ജോലി, ജീവിതം, അഭിമാനം ഇതെല്ലാം ബാധിക്കപ്പെടും. ആ കള്ളക്കേസുകളുടെ വിക്റ്റിമാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിനെക്കുറിച്ചാണ് നിവിൻ പോളിയുടെ സിനിമ പ്രതിച്ഛായ വന്നിട്ടുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടി ആകട്ടെ, അത് തന്നെ അഭിനയിച്ച ശ്രീ നിവിൻ പോളി ആകട്ടെ, ശ്രീ ബാലേന്ദ്രമേനോൻ ആകട്ടെ, ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി MLA മന്ത്രി ആകേണ്ടതാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ വിധി ഒരു 3 ആഴ്ചയ്ക്ക് ശേഷമാണ് കോടതിയിൽ നിന്ന് വന്നത്. ഇല്ലെങ്കിൽ ശ്രീ എൽദോസിനെയൊക്കെ എത്ര വർഷമാണ് വേട്ടയാടിയത്? എൽദോസ് ആണ് ഈ മെൻസ് കമ്മീഷന്റെ കാര്യം ഡ്രാഫ്റ്റ് ചെയ്തത്. അത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിൽ അവതരിപ്പിക്കാൻ അവസരവും കിട്ടിയതാണ്. പക്ഷേ കോൺഗ്രസിലെ ചില സുഹൃത്തുക്കൾക്ക് മെൻസ് കമ്മീഷൻ അവതരിപ്പിച്ചാൽ സ്ത്രീവിരുദ്ധമാണെന്ന് ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയും മറ്റും. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അവരോട് സംസാരിക്കുന്നത് പുരുഷന്റെ അനോണിമിറ്റി ഉറപ്പാക്കാനുള്ള ലോ. അതായത് എനിക്കെതിരെ, രാഹുൽ ഈശ്വറിനെതിരെ ഒരു പീഡന പരാതി വന്നാൽ നാളെ ആരോപിതെന്ന് മാത്രമേ പറയാവൂ. കോടതി എന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ ആരോപിതൻ മാത്രം, പ്രതിയെന്നോ ആരോപിതെന്നോ അക്യൂസ്ഡ് എന്നോ പറയണം. ഇത് നമുക്ക് സ്ത്രീകൾക്ക് അതിജീവിത എന്ന പട്ടം, അല്ലെങ്കിൽ അതിജീവിത എന്ന ടൈറ്റിൽ കൊടുക്കുന്നത് വളരെ പ്രസക്തമാണ്. അതിജീവിത ഒരു പവിത്രമായ വാക്കാണ്. കാര്യം ഒരുപാട് സ്ത്രീകൾക്ക് ജീവിതത്തിൽ ദുരനുഭവം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ അവർക്ക് ശക്തി നൽകുന്ന ഒരു വാക്കാണ്, സംരക്ഷണ കവചമാണ്. അത് അതേപോലെ തന്നെ വേണം. ചില ആൾക്കാർ, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാർ അതിജീവിത എന്ന വാക്കിനെ വക്രീകരിച്ച് ചില മോശം വാക്കുകളൊക്കെ ആക്കാറുണ്ട്. അത് തെറ്റാണ്, അത് പാടില്ല. കാര്യം നമ്മുടെ ഭരണ സംവിധാനവും നിയമവും ഒക്കെ കൊടുക്കുന്നൊരു നല്ല വാക്കാണ്. അതേപോലെ പുരുഷൻ ആരോപിതനാണ്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞാൽ അവൻ അതിജീവിതൻ ആണ്. അതായത് നാളെ അവൻ നിവിൻ പോളി അതിജീവിതനാണ്, ഉമ്മൻചാണ്ടി സാർ അതിജീവിതനാണ്, ശ്രീ ബാലേന്ദ്രമേനോൻ അതിജീവിതനാണ്, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി അതിജീവിതനാണ്, ശ്രീ മുകേഷ് അതിജീവിതനാണ്, ശ്രീ സിദ്ദിഖ് അതിജീവിതനാണ്, ശ്രീ വിജയബാബു അതിജീവിതനാണ്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ, എനിക്ക് ഉറപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന്റെ കണ്ടിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും കേസുകൾ ക്വാഷ് ചെയ്യപ്പെടും. അതിജീവിതനായി തിരിച്ച് ശക്തമായി രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ ഇലക്ട്രോറൽ പൊളിറ്റിക്സിലേക്ക് അടക്കം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പലതവണ ഉയർത്തിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ ദിലീപ്,
ഇത്തരത്തിലുള്ളവർക്കെതിരെ ശക്തമായി വാദിക്കാൻ എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ മുന്നോട്ട്? കാര്യം കണ്ണിന്റെ ഫ്രണ്ടിൽ കാണുന്ന സത്യങ്ങളല്ലേ അത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 99% ശ്രീ ദിലീപിനെതിരെയായിരുന്നു. ആദ്യം മുതലേ ഞാനാണ് പറഞ്ഞത് ഈ കേസ് കള്ളക്കേസാണ്. ആ കേസിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കുന്നവർക്ക് അതൊരു കള്ളക്കേസാണെന്നറിയാം. ഞാൻ ഈ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, അടുത്ത പറയാൻ പോകുന്നത് DGP ഓഫ് പോലീസ് ശ്രീലേഖ മാഡം പറഞ്ഞതാണ്. പോലീസുകാർ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി, അതായത് 5-7 വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമായ വ്യാജ രേഖകൾ, വ്യാജ ഫോട്ടോഷോപ്പ് കേരള പോലീസ് ഉണ്ടാക്കി. പൾസർ സുനിയെയും ദിലീപിനെ ഒരുമിച്ച് കാണിക്കാൻ വേണ്ടി 2 ബന്ധമില്ലാത്ത ചിത്രങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് 2ലും റൗണ്ട് ഇട്ട് തട്ടിപ്പ് കേരള പോലീസിലെ ചില ആൾക്കാർ കാണിച്ചു. നമ്പിനാരായണൻ സാറിന്റെ ചാരക്കേസിന് ശേഷം, ഒരുപക്ഷെ നമ്മുടെ എല്ലാ സ്കൂൾ ജീവിതത്തിൽ പഠിക്കുമ്പോൾ ഓർമ്മ കാണും, കരുണാകരൻ സാറിന് സ്ഥാനം നഷ്ടപ്പെട്ടതാണ്. ചാരക്കേസിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് തട്ടിപ്പാണ് നമ്മുടെ ശ്രീ ദിലീപിന്റെ കേസ്. ശ്രീ ദിലീപ് ആ കേസിൽ അണുകിട പോലും ഇൻവോൾവ് അല്ല, പൂർണ്ണമായും നിരപരാധിയാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ പരിഹസിച്ചിരുന്നു. ചില നമ്മളെ ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ അവരെ വിളിച്ച് പറഞ്ഞു, അത്ര കടുപ്പിച്ച് പറയണ്ട, കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാം, അതൊന്നും ഭയപ്പെടുത്തി. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, ശ്രീ ദിലീപ് നിരപരാധിയാണ്. അങ്ങനെ തന്നെയാണ് കോടതി വിധിയും വന്നിരിക്കുന്നത്. എന്നിട്ട് ആ കോടതി വിധി സ്ത്രീയായ ജഡ്ജി ഹണി വർഗീസിനെ അധിക്ഷേപിക്കാനാണ് ചിലർക്ക് താല്പര്യം. അതായത് അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. പോലീസ് പറയുന്നത് മുഴുവൻ കള്ളമാണ്. മുഴുവൻ കള്ളമെന്ന് പറഞ്ഞാൽ ഇനി 2 നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു വ്യക്തിയാണ്, അദ്ദേഹം മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ ചില വാദഗതികൾ, ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്, വാദഗതികൾ നോക്കാം. മാഡം ആയിരുന്നു ഇതിൻ്റെ പിന്നിൽ. അതായത് പാവം കാവ്യയുടെ ഫോട്ടോ വെച്ച് മാഡമാണ് പിന്നിൽ, മാഡത്തിൻ്റെ അമ്മയാണ്, കാവ്യയുടെ അമ്മയാണ് പിന്നിൽ. വേങ്ങരയിലെ ഒരു നേതാവിന് 50 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ സാറിന് ഉദ്ദേശിച്ച് പറയുന്നതാണ്. പിന്നെ ഗോൾച്ചനാണ് ദുബായിലെ പിന്നിൽ. NIA അന്വേഷിക്കും. എന്തൊക്കെ കള്ളത്തരങ്ങളായിരുന്നു. കള്ളങ്ങളുടെ പെരുമഴയാണ് ശ്രീ ദിലീപിന്റെ കേസ് സംഭവിച്ചത്. അതെല്ലാം പൊളിഞ്ഞു വീണു. ഇന്ന് അതിൽ ഫൈറ്റ് ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, 3 കേസുണ്ട്. 2ാമത്തെ കേസ് കോടതി തന്നെ സംശയമുണ്ടെന്ന് പറഞ്ഞു. 1ാമത്തെ കേസ് കോടതി ഇവർ പരസ്പര സമ്മതത്തോടെ ബന്ധപ്പെട്ടു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ധാർമ്മികമായൊരു ചോദ്യമാണ്. ഇനി 3ാമത്തെ ഒരു സ്ത്രീയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത്. റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന്റെ 7 ദിവസത്തിന് ശേഷം അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 രൂപ വിഷു കൈനീട്ടം അയച്ചു കൊടുക്കുകയാണ്. ലോകത്തിൽ ഏത് സ്ത്രീയാണ് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിഷു കൈനീട്ടം അയച്ചു കൊടുക്കുന്നത്? റേപ്പ് ചെയ്തു, മുഖത്ത് തുപ്പി, അടിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് 10,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കൂ. അതെന്ത് തന്നെ റേപ്പാണ്? കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, എൻ്റെ ഘടകവിരുദ്ധമായ രാഷ്ട്രീയമുള്ള ആളാണ് ശ്രീ വേടനെതിരെയും ഇതേപോലെ കുറേ ആരോപണങ്ങൾ വന്നു. ആർക്കെതിരെയാണെങ്കിലും അത് പാടില്ല. പക്ഷേ വേടന്റെ കാര്യത്തിൽ ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ കാണിച്ച ഇരട്ടത്താപ്പ് എന്താ? വേടൻ ഒരു ദിവസം പോലും ഈ കേസുകളിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നു. ഇല്ലാത്ത കള്ളക്കേസിൽ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഭരണത്തിൽ ആർക്കെതിരെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം. അത് CPM-ലെ ശ്രീ മുകേഷിനെതിരെ മിസ്യൂസ് ചെയ്യാം, BJP-ലെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ മിസ്യൂസ് ചെയ്യാം, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മിസ്യൂസ് ചെയ്യാം, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ മിസ്യൂസ് ചെയ്യാം. ഈ മിസ്യൂസ് അവസാനിക്കണം. ഇല്ലെങ്കിൽ ഞാനും താങ്കളും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അത് തന്നെയാണ് ശ്രീ രഞ്ജിത്തിന്റെ കേസ് സംഭവിച്ചത്. 3ാമത്തെ കേസാണിത്. ആദ്യ 2 കേസുകളും കോടതി തള്ളി. പച്ചക്കള്ളങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് 2ാമത്തെ കേസ് തള്ളി. ആദ്യ കേസ് സാക്ഷികളും തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞ് തള്ളി. 3ാമത്തെ കേസ് എന്താ? ഉച്ചയ്ക്ക് 12 മണിക്ക് ചുറ്റും 200 പേരുള്ളപ്പം കാരവാനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു. എന്നിട്ട് 2 മാസത്തിന് ശേഷം ഇപ്പം സ്ഥിരം പറയുന്ന ന്യായം എന്താ? ട്രോമയായിരുന്നു. ശ്രീ സിദ്ദിഖിനെതിരെ ഇതേപോലൊരു പെൺകുട്ടി കള്ളപ്പരാതി കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം പരാതി വരുന്നത് എന്ത് ചെയ്തു? അത്രയും വർഷം ട്രോമയിലായിരുന്നു. ചുമ്മാ പറയുകയാണ്. അതായത് കോടതി പറയുന്നുണ്ട് പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി ആൾക്കാരെ ശിക്ഷിക്കാൻ. പക്ഷേ കൃത്യമായി ആ മൊഴിക്ക് കൺസിസ്റ്റൻസി വേണം, സ്റ്റെർലിംഗ് വീക്ക്നെസ് ആകണം, കാലതാമസം ഉണ്ട്, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണോ. അപ്പോൾ ഈ കാലതാമസം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉളുപ്പില്ലാത്തൊരു കള്ളം പറയുകയാണ്. എത്ര പേരെ അങ്ങനെ കൊടുക്കുന്നു? ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പ്രോപ്പർട്ടി തർക്കം, കടം ചോദിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പോക്സോവും വ്യാജ കേസും ഇടുന്നത്. നമ്മൾ ആണുങ്ങൾ എന്തിനാ എങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്? നമുക്ക് ഗാന്ധിജി അടക്കമുള്ളൊരു സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് ആരുടെങ്കിലും അടിമയായിട്ട് ജീവിക്കാനാണ്. അപ്പോൾ ഈ തെറ്റായ നിയമങ്ങൾ മാറണം. പുരുഷന് തൽക്കാലം അക്യൂസ്ഡ് എന്ന് മാത്രം വിളിക്കുന്ന, അവൻ്റെ ഐഡന്റിറ്റി പുറത്തു വിടാത്ത ഒരു സംവിധാനം ഉണ്ടാകണം. ഇപ്പോൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു താല്പര്യം, ഒരു കൗതുകം വെച്ച് ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഈശ്വറിനെ ബന്ധപ്പെട്ട് ഞങ്ങൾ പലവരും സംസാരിച്ചു. ഇനി ഒരു കൗതുകം കൂടെ പറയാം. രാഹുൽ എന്നോട് പറഞ്ഞത് ഞാൻ വെളിയിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. ഞങ്ങൾ പുരുഷ കമ്മീഷൻ ബില്ല്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ ഉണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചിരുന്നു. അതിൽ പ്രസറൈസ് ചെയ്തിരുന്നു. 2025 മാർച്ചിന് എൽദോസിന് സ്പീക്കറിന് അനുമതിയും കിട്ടി.
ഈ ബില്ല് തടയാൻ ഏറ്റവും താല്പര്യം കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്നോട് പറഞ്ഞത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല നെഹ്റുവിയൻ ലെഫ്റ്റാണ്. അതായത് നമ്മുടെ ശ്രീ VD സതീശനൊക്കെ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റാണ്. ശ്രീ VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, ശ്രീ രാജു P നായർ, ഇവരൊക്കെ നല്ല സെന്റർ ലെഫ്റ്റ് നെഹ്റുവിയനാണ്. ഞാൻ നേരെ തിരിച്ച് സെന്റർ റൈറ്റ് ഗാന്ധിയനാണ്. അപ്പം അവരുടെ നിലപാട് തറയിൽ ഈ സ്ത്രീപക്ഷവാദത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ രാഹുൽ തന്നെ എന്നോട് പറഞ്ഞത് ശ്രീ VD സതീശനെ വിളിച്ചു പറഞ്ഞു, അഥവാ എൽദോസ് അവതരിപ്പിച്ചാൽ ഞാൻ ഇതിനെ എതിർത്ത് അല്ലെങ്കിൽ ചെയ്യുമെന്നൊക്കെ. അന്നത്തെ കാലം വ്യക്തിപരമായി ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഞാനും രാഹുലും പലതവണ TV ചാനൽ ചർച്ചകളിൽ ഒരുപാട് അടികൂടിയിട്ടുള്ളവരാണ്. അപ്പം ആശയപരമായ വരെ, പക്ഷേ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ യുവനിരയിലുള്ള നേതാക്കളിൽ ഒന്നാണ്. 2 കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സൈബർ ഈ യുവ പോരാളികളിൽ ഒന്നാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തകർക്കാൻ ശ്രീ പിണറായി വിജയൻ അടക്കം നേതൃത്വം എടുത്താണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിവസം എന്ന് പറഞ്ഞത് കൊന്നു കളയുമെന്ന് വരെ പറഞ്ഞു. രാഹുൽ ആ സമയത്ത് കേരളത്തിന്റെ വെളിയിലേക്ക് പോയി ജാമ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യം മാറി നിൽക്കാന്ന് വിചാരിച്ചു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലില്ല, എന്നാൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഞായറാഴ്ച വന്ന് നവംബർ 30 ഞായറാഴ്ച വന്ന് നോട്ടീസ് ഒന്നും തരാതെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് നാളെ ശ്രീ പിണറായി, ഇപ്പം നാളെ കോൺഗ്രസ് ഭരിക്കും, അല്ലെങ്കിൽ BJP ഭരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ആപ്പോ CPM ഭരിക്കും. ആർക്കെതിരെയും ഇത് മിസ്യൂസ് ചെയ്യാം. കേന്ദ്രം പലപ്പോഴും EDയെ മിസ്യൂസ് ചെയ്യുന്നത് പോലെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ഈ വനിതാ കേസുകളെ മിസ്യൂസ് ചെയ്യുന്നത്. ആദ്യം അറസ്റ്റ്, പിന്നീട് അന്വേഷണം. ശ്രീ രഞ്ജിത്ത് സാറിനടക്കം നോട്ടീസ് കൊടുത്തിട്ടില്ല. നോട്ടീസ് കൊടുത്താൽ കോടതിയിൽ പോകും, കോടതിയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഈ ഡ്രാമ കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഡ്രാമയ്ക്ക് വേണ്ടി ഇവരിത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിർത്തണം. കാര്യം നമ്മളെല്ലാം റിസ്ക്കിലാണ്. ഇത് ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ റിസ്ക്കിലാണ്, അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ വിവേക് റിസ്ക്കിലാണ്, അല്ലെങ്കിൽ ശ്രീ VD സതീശനോ ശ്രീ രാജീവ് ചന്ദ്രശേഖരോ ഞാനും താങ്കളും എല്ലാവരും റിസ്ക്കിലാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് റിസ്ക് എടുത്ത് ജീവിക്കുന്നത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ശക്തമായി താങ്കൾ വാദിച്ചു. അതുപോലെ തന്നെ ദിലീപിൻ്റെ കാര്യത്തിൽ നേരത്തെ വാദിച്ചു എന്ന് പറയുന്നു. ദിലീപ് കേസിൽ ആ ഒരു വിധി വന്ന ദിവസം 11 ദിവസം താങ്കൾ 16 ദിവസം ജയിലിൽ കിടന്നു. ആ ദിവസം ഞാൻ ജയിലിലായിരുന്നു. ആ ദിവസം ജയിലിലാണ്ട് ചർച്ച പങ്കെടുക്കാൻ പറ്റില്ല. പങ്കെടുത്തെങ്കിൽ ഞാൻ പറയുമായിരുന്നു, കേരള മാധ്യമങ്ങൾ അദ്ദേഹത്തോടൊരു മാപ്പ് പറയണം. ദിലീപ് ഏട്ടാ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി. കാര്യം മാധ്യമ പട ഒരു സൈഡിൽ നിന്ന് പ്രഷറൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇനിയും ഇത് നിയമ വിദ്യാർത്ഥികൾ, ഞാൻ അഡ്വക്കേറ്റ് കൂടെ ആയിട്ട് പറയാണ്, നമ്മുടെ പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടത് ജഡ്ജി ഹണി വർഗീസിനെ പോലെ ഉത്തരവാദിത്ത ബോധമുള്ള ശക്തിയായ ഒരു സ്ത്രീ ഉള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീ ദിലീപിന് നീതി കിട്ടിയത്. വേറൊരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ വേറൊരു ജഡ്ജി ആണെങ്കിൽ തകർന്നു പോകുമായിരുന്നു. അവരെ കുറ്റം പറഞ്ഞു, അവരുടെ അച്ഛനെ കുറ്റം പറഞ്ഞു, അവർ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്. അവരുടെ ഭർത്താവിനെ കുറ്റം പറഞ്ഞു, അവരുടെ 12 വയസ്സുള്ള മോളെ അടക്കം ഇനി അവരെ മാത്രമേ വലിച്ചെടുക്കാനുള്ളൂ എന്ന് ജഡ്ജിക്ക് കോടതിയിൽ പറയേണ്ട ദുരവസ്ഥ വന്നു. എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ ദിലീപ് ഈ കേസ് ഇൻവോൾവ് അല്ല. പൾസർ സുനി മുമ്പും ചില അഭിനേത്രിമാരെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു പ്രമുഖ നമ്മുടെ സീനിയർ നടിയെ ഇതേപോലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവരും ഭർത്താവും കൂടി കേസ് കൊടുത്തുണ്ട്. പൾസർ സുനി ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ തെറ്റും ശ്രീ ദിലീപ് കാരണമാണ്. അപ്പോൾ ശ്രീ ദിലീപിനെ കൊടുക്കാൻ ചില ആൾക്കാർ, എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല, ആരാണെന്ന് ശ്രീ ദിലീപ് വിധി വന്ന ദിവസം ഞാൻ പിന്നീടാണ് കണ്ടത് യൂട്യൂബിൽ, ആ 2 സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടക്കം നേതൃത്വത്തിൽ ശ്രീ ദിലീപിനെ കൊടുക്കാൻ നോക്കിയതാണ്. ഒരുപക്ഷെ അവർ ശരിക്കും ശ്രീ ദിലീപിന് പിന്നിലുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം. പക്ഷേ ശ്രീ ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആ കേസിന്റെ അടിസ്ഥാനം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. മാസങ്ങൾക്ക് ശേഷം ശ്രീ ദിലീപിനെ ഈ കേസിലേക്ക് വലിച്ചിടുകയാണ്. 85 ദിവസം 86 ദിവസം ജയിലിൽ കിടന്നു. എന്തിനാണ്? അവിടെയാണ് പോലീസുകാർ കള്ളത്തരം ചെയ്തു. ഇന്നും ചില മീഡിയക്കാർക്ക് അതിൻ്റെ നാണക്കേട് മാറിയിട്ടില്ല. ആ നാണക്കേട് മാറാത്തതുകൊണ്ടാണ് അവർ ഇന്നും ചില വളഞ്ഞ വഴിയിൽ ബാലേന്ദ്രകുമാറിൻ്റെ മരണത്തിൽ ദുരൂഹത എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇടുന്നത്. മരിച്ചിട്ട് 543 ദിവസത്തിന് ശേഷമാണ് ദുരൂഹത ഉണ്ടാകുന്നത്. പറയുന്ന കള്ളങ്ങൾക്കെങ്കിലും മിനിമം ഒരു സ്റ്റാൻഡേർഡ് വേണ്ടി. അപ്പോൾ ശ്രീ ദിലീപിൻ്റെ കേസിൽ മാധ്യമങ്ങൾ ക്ഷമ പറയണം. ഏതുപോലെ എന്ന് പറയാം, ഞാൻ നാഷണൽ മീഡിയ സ്ഥിരം ചർച്ചയ്ക്കിരിക്കുന്ന ആളാണ്. നാഷണൽ മീഡിയയിൽ സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ നടനുണ്ട്. നമ്മുടെ മലയാളികൾക്ക് 1 കോടി രൂപയാണ് പ്രളയത്തിന് തന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിഷമങ്ങൾ കാരണം അല്ലെങ്കിൽ ചില ഡിപ്രഷൻ കാരണവും സൂയിസൈഡ് ചെയ്തു. ഈ സൂയിസൈഡ് കൊലപാതകമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടായ റിയ ചക്രവർത്തി 10-26 ദിവസം ജയിലിൽ കിടന്നു. ഞാൻ ഈ ചർച്ചകൾക്കൊക്കെ ഇരുന്നതാണ്. അതിശക്തമായി റിയ ചക്രവർത്തി ആക്രമിക്കുകയാണ് അവിടുത്തെ പരിപാടി. അവസാനം റിയ ചക്രവർത്തി നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോൾ അവിടുത്തെ നന്നായി പറഞ്ഞത് നന്നായി, അവിടുത്തെ സുഭാഷ് ചന്ദ്ര സാറ് അദ്ദേഹം ക്ഷമ പറഞ്ഞു. അത് കാണിച്ചത് വലിയൊരു മാതൃകയാണ്. കാര്യം മാധ്യമങ്ങൾക്ക് പറയുന്നതിന് ഉത്തരവാദിത്തം വേണം. സിയും ശ്രീ സുഭാഷ് ചന്ദ്രയുമാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാവർക്കും വേണ്ടി, അദ്ദേഹത്തെ പോലും സീനിയർ പറയുമ്പോൾ അതിൻ്റെതായ ഒരു വിലയും സ്റ്റേച്ചറും ഉണ്ട്. ഒരു നാണവും മാനവും ഇല്ലാതെയാണ് വേട്ടയാടിയോ. നമ്മുടെ ശശി തരൂർ സാറിൻ്റെ വൈഫ് എനിക്ക് വ്യക്തിപരമായി അറിയുന്നതാണ്. അവരുടെ ഫസ്റ്റ് ജോയിൻറ്റ് ഇൻ്റർവ്യൂ എനിക്കാണ് തന്നിട്ടുള്ളത്. ശശി തരൂർ സാറിൻ്റെയും സുനന്ദ മാഡത്തിൻ്റെയും. ദൗർഭാഗ്യവശാൽ അവർ നമ്മളെ വിട്ടുപോയി. അവർക്കൊരു ഇതുപോലെ ആക്സിഡൻ്റൽ ഓവർഡോസ് ഉണ്ടായി. ശ്രീ ശശി തരൂർ അവരെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു വലതേക്ക് നിൽക്കുന്ന ദേശീയ മാധ്യമം ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ ഇത് സാധാരണക്കാരിതിൽ തെറ്റിദ്ധരിക്കപ്പെടും. ശശി തരൂറിൻ്റെ സാറിൻ്റെ സ്റ്റേച്ചറുള്ള ഒരാൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും. നാളെ ഇതേപോലൊരു വ്യാജാരോപണം നമുക്കെതിരെ വന്നാൽ നമ്മളില്ലാതായി പോകും. അപ്പോൾ ഇതാണ് മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ പറയുന്നത് തെറ്റാന്ന് നാളെ തെളിഞ്ഞാലെങ്കിലും തിരുത്താൻ, പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ. ദിലീപ് ഏട്ടാ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി,
അതും ദിലീപേട്ടനെ പോലും മനുഷ്യൻ, ദിലീപേട്ട ഞങ്ങൾക്ക് തെറ്റിപ്പോയി, സോറി എന്ന് പറയാനൊരു മാന്യത നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കണം. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ജയിൽവാസം അനുഭവിച്ചല്ലോ, അപ്പോൾ ആ അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ ശ്രീ പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൽ ഏകദേശം 3-4 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഏകദേശം 35-40 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ശബരിമല കേസിന് 10-22 ദിവസം കിടന്നു, രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിന് 16 ദിവസം കിടന്നു, മലേറിയ ഷെഡ്യൂൾ ട്രൈബ് കേസുള്ളത് അവർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ പല രീതിയിലെല്ലാം കൂടെ 30-40 ദിവസം ജയിലിൽ കിടന്നു. 2-3 കാര്യങ്ങളാണ്. ജയിലിൽ കിടക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും കള്ളക്കേസിൽ നിന്ന് കിടക്കുകയാണ്. ഇവർക്ക് ജാമ്യം എടുക്കാൻ പറ്റുന്നില്ല, അതിനുള്ള കാശില്ല. അപ്പം എന്തെങ്കിലും രീതിയിൽ ഒരു ബെറ്റർ മെക്കാനിസം വേണം, അതാണ് ഒന്ന്. 2, ജയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സങ്കല്പത്തിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിഫോർമേഷനാണ്, അവരുടെ ഒരു പുതിയ മനുഷ്യനായിട്ട് കൊണ്ടുവരുന്നതാണ്. അതിന് കുറച്ചുകൂടെ സ്റ്റെപ്സ് വേണം. സാധാരണക്കാർക്കുള്ള 2 തെറ്റിദ്ധാരണ കൂടെ മാറ്റാം. പലപ്പോഴും ഇടിയൻ പോലീസ്, കുട്ടമ്പിള്ള പോലീസ് എന്ന ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയല്ല, 90% പോലീസുകാരും വളരെ നല്ല ബിഹേവിയറാണ്, വളരെ പോസിറ്റീവാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ശബരിമല കേസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വിട്ടപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഭക്തിഗാനം വെച്ചിരുവായിരുന്നു. അപ്പം ഒരുപാട് പോസിറ്റീവാണ്. 2 ജയിലിൽ ഗോതമ്പുണ്ടേ അല്ല, എല്ലാ ദിവസവും നല്ല ഫുഡാണ്. അത് വളരെ തെറ്റിദ്ധാരണയാണ്. നല്ല ഫുഡാണ്, അതായത് ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, വെജിറ്റേറിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ വെജ് എല്ലാം ഉണ്ട്. അപ്പം നല്ല പോസിറ്റീവ് ഫുഡാണ് ജയിലിൻ്റെ. ഞാനിപ്പോൾ എല്ലാ ജയിലിലും കിടന്നുണ്ട്. പൂജപ്പുര കിടന്നു, അവിടെ മറ്റേ തിരുവനന്തപുരത്ത് തന്നെ ബാക്കി ജയിലിൽ കിടന്നു, കായംകുളത്തായിരുന്നു അവിടെ അറസ്റ്റ് ചെയ്തത്. ജയിലുകൾക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയണേ, ഒരു റിഫർമേഷൻ, യോഗ, കുറച്ച് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ഇത്തരം കാര്യങ്ങളും കൂടെ കൊണ്ടുവന്നെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് പേര് നിരപരാധികളായി കിടക്കുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് വ്യാജ പോക്സോയിലൊക്കെ പെട്ട് ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. ആദ്യം അറസ്റ്റ്, പിന്നീട് കേസ് പറയുമ്പോൾ കുട്ടിക്കൽ ജയചന്ദ്രൻ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി വാദിച്ചത് താങ്കൾ മാത്രമാണ്. കുട്ടിക്കൽ, ഞാനതിൻ്റെ ആ പെൺകുട്ടിയുടെ, കൊച്ചു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിയിടുന്നില്ല. കുട്ടിക്കൽ ജയേന്ദ്രൻ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചിരുന്ന ഇതാണ്. അവരുടെ ഭാര്യയുടെ, അത് സെറീനയാണ്. ഞാൻ എൻ്റെ വൈഫ് ദീപയോട് പറയുന്നുണ്ട്, സെറീന എൻ്റെ വലിയൊരു ഹീറോ ആണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് സെറീന ഫൈറ്റ് ചെയ്തതുപോലെ ഫൈറ്റ് ചെയ്യണം. അദ്ദേഹം 6 മാസത്തോളം ഒളിവിൽ കഴിയേണ്ടി വന്നു. അവസാനം സുപ്രീം കോടതിയിൽ നിന്നാണ് അനുകൂല പരാമർശങ്ങളോടുകൂടി ബെയിൽ കിട്ടിയത്. അവരുടെ കുടുംബ പ്രശ്നം തീർക്കാൻ കുട്ടിക്കൽ ജയചന്ദ്രന് പേരെയാണ് കേസ് കൊടുക്കുന്നത്. ഇന്ന് വേറൊരു കാര്യം അറിയാമെന്നറിയില്ല, ഡിവോഴ്സിൻ്റെ ഭാഗമായിട്ട് ഭാര്യയും ഭർത്താവും നിൽക്കുമ്പോൾ കുട്ടികളെ കിട്ടാതിരിക്കാൻ ഭാര്യമാർ സ്റ്റാൻഡേർഡായിട്ട് ആദ്യമേ അങ്ങ് ബോക്സ് കൊടുത്തിടും. ഇതൊരു വലിയ കള്ളത്തരമാണ്. ഒരു അച്ഛൻ, അതായത് ജനിപ്പിച്ച ഒരു അച്ഛനും ജനിപ്പിച്ച ഒരു അമ്മയ്ക്കും തങ്ങളുടെ മക്കളുടെ ആ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ വേദന എത്രമാത്രമാണ് ചിന്തിക്കുക. അങ്ങനെ 2-3 കേസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യം, ഭർത്താവ് മക്കളെ കാണുന്നതിന് ഒരു ദേഷ്യം, അതുകൊണ്ട് മക്കളുടെ പേരിൽ പോക്സോ കൊടുത്തിടും. ഇതൊക്കെ വലിയ ദ്രോഹമാണ്. കുട്ടിക്കൽ ജയചന്ദ്രനും സെറീനയും വലിയ ഫൈറ്റേഴ്സാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കള്ളക്കേസ് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാനിവിടെ നമ്മുടെ വഞ്ചൂർ കോടതി വന്നപ്പോൾ ഞാൻ ബഹളം വെച്ചൊരു സംഭവം ഉണ്ടായി. അത് ശരിക്കും ചെയ്തുകൂടാത്താണ്. എനിക്കത് കേട്ടിട്ട് ദേഷ്യം വന്ന് എനിക്ക് കൺട്രോൾ തെറ്റി പോയതാണ്. അവിടെ സർക്കാരിൻ്റെ, പോലീസിൻ്റെ, പ്രോസിക്യൂട്ടറൊന്നും ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുകയാണ്. എന്നിട്ട് പുള്ളി ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ സൗണ്ട് റേസ് ചെയ്ത് പറഞ്ഞു, മാഡം ഹീസ് ലൈൻ, വനിതാ ജഡ്ജിയാണ്, തെറ്റാണ്, കള്ളമാണെന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു ആ അഡ്വക്കേറ്റ് പുഷ് ബാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അഡ്വക്കേറ്റ് പറയുകയാണെ, ഇല്ല ഇങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതായത് അങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ എന്തൊരു കള്ളമാണ്. ഞാൻ എന്നിട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, മഹാത്മാഗാന്ധിയുടെ ചിത്രം അവിടെ നിന്ന് മാറ്റണം, ഈ ചിത്രത്തിൻ്റെ വേണ്ടി ഇത്രയും കള്ളം പറയരുത്. കോടതിയെ പ്രകോപിപ്പിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു മടിയും ചമ്മലും ഉളുപ്പും ഇല്ലാതെ കള്ളം അവിടെ പോലീസും പ്രോസിക്യൂഷനും പറയുന്നുണ്ട്. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നോട് പോലീസുകാർ പറഞ്ഞു, നിങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസമെങ്കിലും ജാമ്യം എന്തായാലും കിട്ടുമെന്ന്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു അജണ്ട സെറ്റ് ചെയ്യണം. അത് സ്ത്രീ സുരക്ഷയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ഈശ്വർ സ്ത്രീകൾക്കെതിരെ പറയുന്നു, രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ നിയമ സംവിധാനം ദുരുപയോഗം ചെയ്യരുത്. എക്കെതിരെയും ബിക്കെതിരെയും ഉപയോഗം ചെയ്യരുത്. അതാരാണെങ്കിലും, കോൺഗ്രസും BJPയും CPM ആണെങ്കിലും ചെയ്യരുത്. കാര്യം നിയമം നീതിക്കുള്ളതാണ്. ആ നിയമത്തെ അനീതിക്കുള്ള ടൂളാക്കി മാറ്റിയാൽ നമുക്ക് ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരു ചോദ്യം, രാഹുൽ ഈശ്വറിന് രാഷ്ട്രീയമുണ്ടോ? ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ്? ഞാൻ പൊതുവേ ഗാന്ധിയനാണ്. ഗാന്ധിയൻ എന്ന് പറയുമ്പോഴും സെൻറ്റർ റൈറ്റ് ആണ്. അതായത് ഇന്ത്യയിലെ ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത് ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. ഗാന്ധിയനാണ്. എല്ലാ സമൂഹങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് അങ്ങേക്ക് കൺവിൻസ് ആകുന്ന എൻ്റെ രാഷ്ട്രീയം പറയാം. എൻ്റെ രാഷ്ട്രീയം ഇന്ത്യൻ കൊടിയുടെ രാഷ്ട്രീയമാണ്. 13 ഏപ്രിൽ 1921 ഈ കൊടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഗാന്ധിജി പറയുന്നുണ്ട്, ഇതിലെ കുങ്കുമവും കാവിയും ഹിന്ദുക്കളെ ഉദ്ദേശിച്ചാണ്, വെള്ള ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെ ഉദ്ദേശിച്ചാണ്, പച്ച മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ്. ഇതാണ് നമ്മുടെ കൊടിയുടെ നിറം. ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് കാവി പതാക ത്രിവർണ്ണ പതാകയാക്കി മാറ്റിയത് ഗാന്ധിജിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഇതാണ്. ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, ജൂതനുണ്ട്, വിശ്വാസിയുണ്ട്, അവിശ്വാസിയുണ്ട്, എല്ലാവരെയും ചേർത്തൊരു ബാലൻസിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. ഞാൻ എന്നാൽ സെൻറ്റർ റൈറ്റാണ്. ഇപ്പം നമ്മുടെ VD സതീശൻജിയൊക്കെ സെൻറ്റർ ലെഫ്റ്റിൻ്റെ ഹ്രൂവിയനാണ്. ഞാൻ എന്നാൽ വിശ്വാസിയാണ്, സെൻറ്റർ റൈറ്റാണ്. പക്ഷേ ഗാന്ധിയൻ ധാരയെ നിൽക്കുന്ന ആളാണ്, ഹിന്ദു ആക്ടിവിസ്റ്റാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം.
അതുകൊണ്ടുകൂടി തന്നെയാണല്ലേ അദ്ദേഹം ജയിച്ച സമയത്ത് 1947 ശേഷം ഉണ്ടായ ഒരു സംഭവത്തെ കോട്ട് ചെയ്തുകൊണ്ട്, അതായത് എങ്ങനെയാണ് നെഹ്റു അധികാരത്തിലെത്തിയത്, അന്ന് പട്ടേലുണ്ടായിരുന്ന അത് തന്നെയാണ്, എക്സാക്ട്ലി അതാണ്. അതായത് ശരിക്കും ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. അന്ന് സർദാർ പട്ടേലിനെ അന്നത്തെ 14 15 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി PCCകളിൽ 12 സർദാർ പട്ടേലിന്റെ അനുകൂലമാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ മഹാത്മാഗാന്ധി എന്ന മഹാമേരു മഹാപർവ്വതമായ മനുഷ്യൻ തന്റെ 2 ശിഷ്യന്മാരാണ്. മഹാത്മാഗാന്ധിയുടെ 2 കൈയാണ് യഥാർത്ഥത്തിൽ, ഇടത് കൈയാണ് നെഹ്റുജി, വലത് കൈയാണ് പട്ടേൽ. മഹാത്മാഗാന്ധി പട്ടേലിനോട് പറയാണ്, പട്ടേലെ പിൻവലിച്ചേക്ക്, നീ അതൊരു ഗുരു ശിഷ്യ ബന്ധമാണ്. അങ്ങനെയാണ് നെഹ്റുജി വരുന്നത്. അല്ലെങ്കിൽ നല്ലതാണ്, നെഹ്റുജിക്ക് ഒരുപാട് മെച്ചങ്ങളും കാര്യങ്ങളും ഉണ്ട്. എക്സാക്ട്ലി ഈ പാറ്റേൺ ആണ്. ഏത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ശ്രീ VD സതീശൻ ആ നെഹ്റുവിയൻ ലെഫ്റ്റ് നന്നായി സംസാരിക്കും, പുസ്തകം എഴുതും, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യമുണ്ട്. ശ്രീ KC വേണുഗോപാൽ കോർ സംഘടനാ മനുഷ്യനാണ്, എല്ലാവരെയും ഒന്നിച്ച് നിർത്തും, ഇലക്ഷനിയറിംഗ് ഉണ്ടാവും, റിസോഴ്സ് കണ്ടെത്തും. യഥാർത്ഥത്തിൽ ഓർഗനൈസേഷണൽ പണി മുഴുവൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ശ്രീ KC വേണുഗോപാലാണ്. എന്നാൽ പൊതുജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുക, കോൺഗ്രസിലേക്ക് ആകർഷിക്കുക, വലിയ രീതിയിൽ ഓളം ഉണ്ടാക്കുക ആരാണ്? ശ്രീ VD സതീശനാണ്. ഇനി ഒരു കൗതുകം കൊണ്ട് പറയാം, അന്നത്തെ കാലത്തും മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ താല്പര്യം നെഹ്റുജിയോടാണ്. എന്നാൽ കൂടുതൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ ഫോർവേഡ് കമ്മ്യൂണിറ്റി അടക്കമുള്ളവർക്ക് താല്പര്യം പട്ടേലിനോടാണ്. കാര്യം പട്ടേലായിരുന്നു അന്നത്തെ സെന്റർ റൈറ്റ്. ഗാന്ധിജിയോട് ചേർന്ന് നിൽക്കുന്ന റൈറ്റ് ആണ് പട്ടേൽ, ഗാന്ധിജിയോട് ചേർന്ന് നിൽക്കുന്ന ലെഫ്റ്റ് ആണ് നെഹ്റുജി. യഥാർത്ഥത്തിൽ ഇന്നും KC വേണുഗോപാൽ സാറിന്റെ കൃത്യം പൊസിഷൻ അറിയില്ല, സെന്റർ ടു സെന്റർ റൈറ്റ് ആയിരിക്കണം. അദ്ദേഹം എക്സ്പ്ലിസിറ്റ്ലി പലപ്പോഴും പറയാറില്ല. രമേശ് ചെന്നിത്തല ഒക്കെ എന്നാലും സെന്റർ റൈറ്റ്, നമ്മുടെ ശ്രീ ശശി തരൂർ ഒക്കെ സെന്റർ റൈറ്റ്, YAM ഹിന്ദു ഒക്കെ എഴുതുന്ന സോഫ്റ്റ് ഹിന്ദു ആണ്, ഹിന്ദുത്വം അല്ല, സോഫ്റ്റ് ഹിന്ദു ആണ്. യഥാർത്ഥത്തിൽ നെഹ്റു പട്ടേൽ എന്ന ദ്വന്ദ്ം വീണ്ടും ശ്രീ VD സതീശൻ ശ്രീ KC വേണുഗോപാലിലൂടെ പുനർജനിക്കുകയാണ്. ശ്രീ നെഹ്റുവും ശ്രീ പട്ടേലും ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു. 100 കാര്യങ്ങൾ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവർക്ക് RSSനോട് എന്താണ് അപ്രോച്ച് വേണം, വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്. മുസ്ലിം കമ്മ്യൂണിറ്റിയോട് എന്ത് അപ്രോച്ച് വേണം, അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ ആത്യന്തികമായി ഒരുമിപ്പിക്കാൻ അവർക്ക് കഴിയും. ആ പാറ്റേണിലേക്ക് കേരളം വന്നു എന്നുള്ളത് ചരിത്രപരമായ ഒരു കൗതുകമാണ്. അതുപോലെ തന്നെ VD സതീശനെ കുറിച്ച് പറഞ്ഞാൽ 2 വാക്കിൽ എന്ത് പറയും? എനിക്ക് ശ്രീ VD സതീശനോട് അസൂയ തോന്നിയ ഒരു സംഭവം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ VD സതീശൻ എൻ്റെ സുഹൃത്തു കൂടിയായ ജിംസയുടെ ബുക്ക് റിലീസിന് വന്നു. ശ്രീ VD സതീശനുണ്ട്, ശ്രീ CP ജോൺ സാറുണ്ട്, നമ്മുടെ ചാണ്ടി ഉമ്മനുണ്ട്, ഞാനുണ്ട്, ജിംസയുണ്ട്. ഈ പുസ്തകം സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഓടിച്ച് വായിച്ചിട്ട് പോയി. രാഷ്ട്രീയക്കാർ പുസ്തകം റിലീസിന് വന്നാൽ ആദ്യം ഒരു പേജൊക്കെ നോക്കും, പിന്നീട് ലോകത്തിലെ കാര്യങ്ങളൊക്കെ പറയും, വായന മഹത്തരമാണെന്നൊക്കെ പറയും. ശ്രീ VD സതീശൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ട് വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. നമ്മൾ ഞെട്ടിപ്പോയി. കാര്യം പ്രതിപക്ഷ നേതാവും ഇത്രയും തിരക്കുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് മനുഷ്യൻ ഒരു പുസ്തകം മുഴുവൻ വായിച്ചിട്ട് വന്നു, അതിനെക്കുറിച്ച് സിൻസിയറും ഓണസ്റ്റുമായി പറഞ്ഞു. വായനയിലൂടെ സ്വയം നിർമ്മിച്ചൊരു മനുഷ്യനാണ് ശ്രീ VD സതീശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കേരള സേഫാണ്. വലിയ വിഷണറിയാണ്, വലിയൊരു രീതിയിൽ വിഷണറിയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ വിശ്വാസികളോട് കുറച്ചുകൂടെ അനുഭാവം കാണിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. തുറന്നു പറയുകയാണെങ്കിൽ ശബരിമല കാലത്തൊക്കെ അത്ര അനുകൂലമല്ലായിരുന്നു. അതായത് കുറച്ചുകൂടെ ഇവിടെ ആരെയും വിഷമിപ്പിക്കേണ്ട, വിശ്വാസികളോട് അമിതമായ അനുഭാവമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായ സ്ഥാനം ഏറ്റെടുത്തതിന് ഉടനെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, പിന്നീട് ഗുരുവായൂർ പോയി. ഗുരുവായൂർ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഹിന്ദു മുഖ്യമന്ത്രി അത് കയറി തൊഴുന്നത്, കരുണാകരൻ സാറിന് ശേഷം. അപ്പോൾ എല്ലാവരെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണ്ടേ. ഒരർത്ഥത്തിൽ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ നാട്ടിലെ 4 വോട്ടിംഗ് ബ്ലോക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. നായരാദി മുന്നോക്കങ്ങൾ, ഈഴവാദി പിന്നോക്കങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ. ഇവരുടെ ഒരു ബാലൻസ് ആണ് UDF. ശ്രീ കരുണാകരൻ UDF തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇടതുവിരുദ്ധ NSS, SNDP, മുസ്ലിം സംഘടനകൾ, കേരള കോൺഗ്രസ്, ഇങ്ങനെ വെച്ചാണല്ലോ തുടങ്ങുന്നത്. ഈ ബാലൻസ് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ അവർക്ക് കേരളം ഭരിക്കാൻ കഴിയും. ആ ബാലൻസിലേക്ക് ശ്രീ സെൻട്രൽ ലെഫ്റ്റായി നിൽക്കുന്ന, നെഹ്റുവിയൻ ലെഫ്റ്റായി നിൽക്കുന്ന ശ്രീ VD സതീശൻ വരുന്നത് നല്ലതാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അദ്ദേഹം ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതാണ്. കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണെന്ന് നമുക്കറിയാം. കേരളം കണ്ട ഏറ്റവും ഗംഭീരനായ ആഭ്യന്തരമന്ത്രിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അത് കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഓപ്പറേഷൻ തൂഫാൻ അടക്കം അദ്ദേഹം കൊണ്ടുവന്നു. അപ്പം നല്ല മന്ത്രിസഭയാണ്. അതിൽ പോസിറ്റീവായി പോകണം. ശ്രീ KB പ്രദീപിൻ്റെ ഒക്കെ നിയമനം അവോയ്ഡ് ചെയ്യുന്നതായിരുന്നു. അപ്പം കോൺഗ്രസ് വരുന്നതാണ് ഇത്തവണ നല്ലതെന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇനി ഈ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉയർന്നു കേട്ടൊരു കാര്യമായിരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഈശ്വർ മത്സരിക്കും, നേമത്ത് മത്സരിക്കും, അതിനുള്ള ചർച്ചകൾ കോൺഗ്രസ് നടത്തിയെന്നൊക്കെ. ഞാനല്ല, എന്നോട് അപ്രോച്ച് ചെയ്ത ചില ആൾക്കാരോടെ നമ്മൾ ഫീലേഴ്സിനെ അയക്കുമ്പോൾ നമ്മൾ പറയുന്ന ഏത് കാര്യം ഈ പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾക്കാണ് എനിക്ക് താല്പര്യം. എനിക്കൊരു ഇലക്ടോറൽ പൊളിറ്റിക്സിന് ഉള്ള സ്കില്ലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. 2 പിള്ളേരുണ്ട്, ജോലിയുണ്ട്, യാത്രയുണ്ട്. ഞാനിപ്പോൾ മാസത്തിൽ ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം വരെ ഫിൻലാൻഡിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെയാണ്.
താല്പര്യമുണ്ട്. അപ്പോൾ പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് താല്പര്യമുണ്ട് എന്ന് അവരോട് പറയുകയുണ്ടായി. അല്ലാതെ ഇലക്ടോറൽ പൊളിറ്റിക്സ്, ശബരിയെ പോലെ ഗംഭീരനായ കാർത്തികൻ സാറിൻ്റെ മോനാണ് അവിടെ മത്സരിച്ചത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ വലിയ പ്രൊഫൈലുള്ള ആളാണ്, അദ്ദേഹമാണ് വിജയിച്ചതെങ്കിലും ശ്രീ ശബരിക്ക് ശക്തമായിട്ടൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നല്ല മണ്ഡലമാണ് നിയമം, വൺ ഓഫ് ദി ടഫ് ബാറ്റിൽസ് ഉള്ള മണ്ഡലമാണ്. നായർ, നാടാർ അടക്കമുള്ള ഇതുള്ള മണ്ഡലമാണ്. മുസ്ലിം സമൂഹത്തിന് വോട്ടുണ്ട്. ആർക്ക് ഈ റെയിൻബോ കോalition ജയിക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് നമ്മൾ പറയുന്ന ഒരു സാധനമല്ല. മഹാത്മാഗാന്ധി ഇതാണ് ചെയ്തിരുന്നത്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ലോകഗുരുവായ പ്രവാചക സ്വഭാവമുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് ചെയ്തിരുന്നത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്, ഹാർമണൈസേഷനാണ്. ഇനി എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അന്ന് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ നിരീശ്വരവാദിയായ മുസ്ലിം ജിന്ന ശക്തനമാകുമ്പോൾ ഗാന്ധിജി ചെയ്തത് അബ്ദുൽ കലാമിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുക. അതായത് അതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ജിന്ന നിരീശ്വരവാദിയാണ്, പന്നിയിറച്ചി കഴിക്കുന്നവനാണ്, മദ്യപിക്കുന്നവനാണ്, യാതൊരു ഇസ്ലാമിക രീതികളും പിന്തുടരുന്ന ആളല്ല മുഹമ്മദ് അലി ജിന്ന. എന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിമായ മൗലാന അബുൽ കലാം ആസാദ് പരിശുദ്ധ മക്കയെ ജനിച്ചവനാണ്, ഖുറാൻ പണ്ഡിതനാണ്, മൗലാനയാണ്. ഇങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും. ഒരർത്ഥത്തിൽ ഇന്ന് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും നന്നായി ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം ലീഗാണ്. കൗതുകം എന്ന് പറയട്ടെ, ഇന്ന് ഗാന്ധിയൻ ആദർശത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതും പ്രയോഗവൽക്കരിക്കുന്നതും പാണക്കാട് തങ്ങൾ കുടുംബവും മുസ്ലിം ലീഗുമാണ്. അതുകൊണ്ടാണ് അവരുടെ ഒരു വീടുകൾ വെച്ചു കൊടുക്കുന്നത് കണ്ടു കാണും. അപ്പോൾ വീടുകൾ വെച്ചു കൊടുക്കുന്ന ഹിന്ദു കുടുംബങ്ങളെ ആദ്യം ഗണപതി ഹോമമാണ് ചെയ്യുന്നത്. അത് വളരെ കാര്യമായിട്ട് അവർ ഹൈലൈറ്റും ചെയ്യും. മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന ബാലൻസ് ഹിന്ദു സംഘടനകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം വെള്ളാപ്പള്ളി നരേശൻ സാറൊക്കെ BDJs തുടങ്ങുമ്പോൾ ഞാനൊക്കെ ഒരു സജഷനായി അദ്ദേഹത്തോട് വെച്ചു, സാർ നമുക്ക് ഹിന്ദു ലീഗ് എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. അതായത് BDJs എന്നൊക്കെ പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യൂല, ഹിന്ദു ലീഗാണ്. മുസ്ലിം ലീഗ് ഉള്ളതുപോലെ ഒരു ഹിന്ദു ലീഗ്. നമ്മൾ സെക്കുലറാണ്, പ്ലൂറലിസ്റ്റിക് ആണ്, ആർക്കും എതിരെയല്ല, എന്നാൽ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതി. വെള്ളാപ്പള്ളി സാറിന് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി സാറിന് ഒരു മുസ്ലിം വിരോധവും ഇല്ല. അങ്ങനെ ആൾക്കാർക്ക് വെള്ളാപ്പള്ളി സാർ ഈ മുസ്ലിം വിരോധം അഭിനയിക്കുകയാണ്. അതായത് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി വിഘടിച്ച് കിടക്കുന്ന നായരെയും ഈഴവനെയും പുലയനെയും നമ്പൂതിരിയെയും അമ്പലവാസിയെയും ആദിവാസിയെയും ക്ഷത്രിയനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അപ്പുറത്തില്ലാത്തൊരു ശത്രു ഉണ്ടെന്ന് പറയുന്നതാണ് ഈ മുസ്ലിം വിരോധം. അതുകൊണ്ടാണ് അദ്ദേഹം മലപ്പുറത്ത് നിന്ന് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നതൊക്കെ പറയുന്നത്. വെള്ളാപ്പള്ളി സാറിനെ അറിയുന്നവർക്കറിയാം വെള്ളാപ്പള്ളി സാറിന് അങ്ങനെ ഒരു മുസ്ലിം വിരോധവും ഇല്ല, പക്ഷേ മുസ്ലിം വിരോധം അഭിനയിക്കുകയാണ്. ആ അഭിനയിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. പകരം ഞാൻ ഒറ്റ വരി കൂടെ പറയാം. ജനുവിനായി നമ്മൾ ഹിന്ദുക്കളുടെ 5000 വർഷത്തെ പ്രശ്നം ഒരു 30 സെക്കൻഡ് ഞാൻ പറയാം, ഒരു ചോദ്യരൂപേണ പറയാം. ഞാൻ ഏറ്റവും എൻ്റെ ലൈഫിൻ്റെ കോൺട്രിബ്യൂഷനായി ഞാൻ കാണുന്നത് ഈ ക്വസ്റ്റിനെയാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം. പക്ഷേ ആഴ്ചയിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഏത് ദിവസവും അവരുടെ പള്ളിയിൽ പോണേ? ഞായറാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ പോകുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ, ഹിന്ദുക്കൾ അവരുടെ അമ്പലങ്ങളിലോ ആശ്രമങ്ങളിലോ ഒരുമിച്ച് കൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നത്, ഏതെങ്കിലും രീതിയിൽ സഹായം എത്തിക്കുന്നത്? അങ്ങനെ ഒരു ദിവസമോ ഇടമോ ഇല്ല. ശബരിമല കേസിൽ തന്നെ ജനങ്ങളെ എന്താ പറയണേ, സത്യം പറഞ്ഞ് തെരുവിലേക്ക് ഇറക്കാൻ ഞാനൊക്കെ ആഴ്ചകൾ പണിപ്പെടേണ്ടി വന്നു. അത് യഥാർത്ഥത്തിൽ 1-2 ചാനലുകളുടെ സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. എനിക്കൊരു 30 സെക്കൻഡ് ഒരു അഭിലാഷയൊക്കെ അന്ന് വൈറലായത് അതുകൊണ്ടാണ്. നമുക്ക് പറയാൻ എവിടെയില്ല. അതായത് ഒരു മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എന്തെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോയി അവിടുത്തെ മൗലവിയോടോ ഇമാമിനോടോ അല്ലെങ്കിൽ ഒരു പള്ളി തച്ചനോടോ ചോദിക്കാം. ഹിന്ദു സമൂഹത്തിന് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച, ക്രിസ്ത്യാനികൾക്ക് ശനിയാഴ്ച പോലെ, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച പോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം ഉണ്ടാകുന്നത് വരെ നമ്മുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇല്ലാത്ത ശത്രു ഉണ്ടെന്ന് പറഞ്ഞ് ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്, തുള്ളിവരുന്ന ജിഹാദ്, ഹലാൽ ജിഹാദ്, ഇങ്ങനെ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം എപ്പോഴും ഒരു ശത്രു ഉണ്ടെങ്കിലേ പുലി വരുന്നേ ലോജിക്കാണ്. ആ ലോജിക്കിൽ എങ്ങനെങ്കിലും ഈ കള്ളങ്ങൾ പറഞ്ഞ് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ കള്ളം പറയുകയാണ്. കള്ളം പറയുന്നതിൻ്റെ പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും അറിയാം ഇത് കള്ളം പറയുകയാണ്. ഇപ്പം വെള്ളാപ്പള്ളി സാറിൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കള്ളം പറഞ്ഞല്ല ഹിന്ദു ഐക്യം ഉണ്ടാക്കേണ്ടത്. സത്യം പറഞ്ഞ് ഹിന്ദു ഐക്യവും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവും നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളിലേക്ക് അത് ഉറപ്പായും വേണ്ട വിധത്തിലെത്തും. പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഒക്കെ തന്നെ നൽകുന്നു. മുന്നോട്ട് തന്നെ പൊരുതുക. വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.